എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നെഗറ്റീവ് ചിന്തകൾ. നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാകും അല്ലേ? ചിലപ്പോൾ ഒരു ചെറിയ വിഷമം വലിയ ദുഃഖമായി മാറും. ചിലപ്പോൾ ഒരു ചെറിയ പരാജയം നമ്മുടെ ആത്മവിശ്വാസം മുഴുവൻ ഇല്ലാതാക്കും. ഈ ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടമാകും. പക്ഷേ വിഷമിക്കേണ്ട. ഈ ചിന്തകളെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. അതിനെ വിധിക്കാൻ നിൽക്കരുത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനോട് പോരാടാൻ ശ്രമിക്കുക എന്നതാണ്. എനിക്കിങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ സ്വയം പറയും. പക്ഷേ സത്യത്തിൽ ഒരു ചിന്തയെ ബലം പ്രയോഗിച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരും. അതുകൊണ്ട് ആദ്യത്തെ പടി വളരെ ലളിതമാണ്. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ ഒരു പുഴയിലെ വെള്ളം പോലെ കാണുക. നിങ്ങളതിനെ തടയാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് അത് ഒഴുകിപ്പോകുന്നത് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഞാനിപ്പോൾ ഒരു മോശം ചിന്തയിലാണ് എന്ന് സ്വയം തിരിച്ചറിയുക. അതിനെ വിധിക്കുകയോ അതിനെക്കുറിച്ച് സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ഇത് കേവലം ഒരു ചിന്ത മാത്രമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം ചിന്തകളെ ചോദ്യം ചെയ്യുക എന്നതാണ്. നമ്മുടെ നെഗറ്റീവ് ചിന്തകളിൽ ഭൂരിഭാഗവും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അവ നമ്മുടെ ഭയത്തിൽ നിന്നും ആശങ്കകളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നിങ്ങളുടെ ചിന്തകളെ ആദ്യം ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. അതായത്, ഈ ചിന്ത 100% ശരിയാണോ? ഈ ചിന്തയെ പിന്തുണയ്ക്കാൻ എനിക്ക് എന്ത് തെളിവുണ്ട്? ഇതൊരു തെറ്റിദ്ധാരണയായിരിക്കാൻ സാധ്യതയുണ്ടോ? ഈ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉദാഹരണത്തിന്, എനിക്കിതിന് കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മുമ്പ് ഞാൻ സമാനമായൊരു കാര്യം വിജയകരമായി ചെയ്തിട്ടില്ലേ എന്ന് സ്വയം ചോദിക്കുക. തെളിവുകളില്ലാത്ത പല ചിന്തകളും ഈ ചോദ്യങ്ങളിലൂടെ ഇല്ലാതാകും. മൂന്നാമത്തെ കാര്യം ചിന്തകളെ പുനഃക്രമീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്ത ശേഷം അതിനെ ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റുക. ഇതിനെയാണ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതായത്, എൻ്റെ ദിവസം മുഴുവൻ മോശമായിരുന്നു എന്നതിന് പകരം ഇന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പൂർത്തിയാക്കി. അല്ലെങ്കിൽ ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തത് എന്നതിന് പകരം ഈ അനുഭവം എനിക്കൊരു പാഠമാണ്, അടുത്ത തവണ ഞാൻ നന്നായി ചെയ്യും. അതുപോലെ തന്നെ എനിക്കിന് പ്രതീക്ഷയില്ല എന്നതിന് പകരം ഈ സാഹചര്യം ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് ശാശ്വതമല്ല എന്ന് പറയുക. ഇത് നിങ്ങളുടെ മനസ്സിനൊരു പുതിയ വഴി തുറന്നു കൊടുക്കുകയും യാഥാർത്ഥ്യബോധ്യത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ സഹായിക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്താനുള്ള മറ്റൊരു വഴി നിങ്ങളുടെ ശ്രദ്ധ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറ്റുക എന്നതാണ്. അതായത്, മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുക. കുറച്ചു സമയം കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും കടന്നു പോകുന്ന ഓരോ വികാരത്തെയും ശ്രദ്ധിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. മറ്റൊന്ന് നന്ദിയുള്ളവനായിരിക്കുക എന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായ 3 കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക. അതൊരു ചെറിയ കാര്യങ്ങളാകാം. ഒരു നല്ല പാട്ട് കേട്ടത്, സുഹൃത്തിനോട് സംസാരിച്ചത്, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചത്, ഇങ്ങനെ എന്തെങ്കിലും ആകാം. ഇത് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം സഹായം തേടാൻ മടിക്കരുത് എന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയണം. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ അമിതമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തുമായോ കുടുംബാംഗവുമായോ സംസാരിക്കുക. അതുപോലെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാൻ മടിക്കരുത്. ഇതൊരു ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ പരിപാലിക്കാനുള്ള ഒരു ധീരമായ തീരുമാനമാണെന്ന് സ്വയം ചിന്തിക്കുക. നെഗറ്റീവ് ചിന്തകൾ ഒരു യാത്രയിലെ തടസ്സങ്ങൾ പോലെയാണ്. അതിനെ നമ്മൾ എവിടെ വെച്ച് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഈ യാത്രയിൽ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ചോദ്യം ചെയ്യുക, പുനഃക്രമീകരിക്കുക, ഒപ്പം നിങ്ങളുടെ ശ്രദ്ധ നല്ല കാര്യങ്ങളിലേക്ക് മാറ്റുക. ഓർക്കുക, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.